ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് ഫാമിലിക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ചക്കക്കുരു കേക്കാണ്. അതിലേക്ക് ഞാനൊരു 1/2 കിലോ ചക്കക്കുരു എടുത്തിട്ടുണ്ട്, 500 ഗ്രാം. അപ്പോൾ ഇതിനെ ഒന്ന് കഴുകി കുക്കറിനകത്തിട്ട് ഒരു 2 വിസിൽ കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നമ്മുടെ ചക്കക്കുരു അടുപ്പത്തിട്ട് കൊടുക്കാം. കാരമൽ തയ്യാറാക്കാനുള്ള ഒരു പാത്രമാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് കപ്പലണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കും. പഞ്ചസാര ഒന്ന് നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. കളറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ട് നമ്മളത് സ്റ്റൗ ഓഫ്. തേങ്ങ എടുത്തിട്ടുണ്ട്, തിരുമിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചോടെ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. എടുത്തിട്ടുണ്ട് ഞാൻ. ഓയിൽ ഒഴിച്ചു. 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ, ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ടു, 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിൽ തന്നെ ജാറിൽ തന്നെ ഇടാം. പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ള എള്ളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഒരുപാട് വേണ്ട. അപ്പം ഞാൻ സ്റ്റൗ എത്തിച്ചിട്ടുണ്ട്. തയ്യാറാക്കാനുള്ള ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു റിങ് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. തയ്യാറാക്കി വെച്ച കേക്കിൻ്റെ ചക്കക്കുരു കേക്കാണ്. ചക്കക്കുരു കേക്കിൻ്റെ മാവ് വെക്കും. ഇതിലേക്ക് ഒരടപ്പ് വെച്ച് അടച്ചു. ഇവിടെ ചക്കക്കുരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. നമ്മുടെ ചക്കക്കുരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു കേക്ക് നല്ല ഹെൽത്തിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. തേങ്ങ കുറച്ചുകൂടെ ഇട്ടാലും കുഴപ്പമില്ല. തേങ്ങ ഇടുന്നതോറും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സൂപ്പറായിട്ട് കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചക്കക്കുരു ഒന്നും പഴി കളയേണ്ട. ചക്കക്കുരുവൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.